السلام عليكم ورحمة الله وبركاته. مرحبا بكم إلى حلقات UGC നെറ്റ് അൽ അറബിയ. UGC നെറ്റ് അറബിക്കിൻ്റെ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. യൂണിറ്റ് 2 നമ്മൾ ചർച്ച ചെയ്യുന്നത് അന്നസ്റുൽ അറബി ഹത്തൽ അസ്റുൽ അബ്ബാസി, അബ്ബാസി കാലഘട്ടം വരെയുള്ള അറബി ഗദ്യം. ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത് അൽ മഖാമാത്ത്, മഖാമകളാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും മഖാമയുടെ രചയിതാക്കളായ ബദിഉസ്സമാൻ അൽ ഹമദാനിയെക്കുറിച്ചും അൽ ഹരീരിയെക്കുറിച്ചുമാണ് പരിചയപ്പെടുന്നത്. മഖാമാത്ത് ബദിഉസ്സമാൻ അൽ ഹമദാനി, അതുപോലെ മഖാമാത്ത് അൽ ഹരീരി. ആദ്യമായി ബദിഉസ്സമാൻ അൽ ഹമദാനി. ബദിഉസ്സമാൻ അൽ ഹമദാനി ജനിച്ചത് 969 മരണപ്പെട്ടത് 1007. അബുൽ ഫളൽ അഹ്മദ് ബിൻ അൽ ഹുസൈൻ ബിൻ യഹ്യ ബദിഉസ്സമാൻ അൽ ഹമദാനി എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം. ഉലിദ ഫി ഹമദാൻ, ഹമദാൻ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. മഷ്ഹൂർ ഫി ശിഅർ വൻ നസർ, അറബി പദ്യത്തിലും അറബി ഗദ്യത്തിലും ഇദ്ദേഹം ഒരുപോലെ പ്രസിദ്ധനായിരുന്നു. വറദ നൈസാപൂർ വലഖിയ അബൂബക്കർ അൽ ഖവാരിസ്മി, നൈസാപൂരിലേക്ക് ഇദ്ദേഹം വന്ന് അബൂബക്കർ അൽ ഖവാരിസ്മിയെ അദ്ദേഹം കണ്ടുമുട്ടി. ഫഷജറ ബൈനഹുമ മുസാജല വഷ്തഹറ ഹകദ, അദ്ദേഹവും അബൂബക്കർ അൽ ഖവാരിസ്മിയും തമ്മിൽ വാഗ്വാദവും ഡിബേറ്റും നടന്നു. അങ്ങനെയാണ് അദ്ദേഹം പ്രസിദ്ധനാകുന്നത്. അൽ മഖാമാത്ത് ഫന്നുൻ മിൻ ഫുനൂനിൽ കിതാബ അൽ അറബിയ ഇബ്തക്കറഹു ബദിഉസ്സമാൻ അൽ ഹമദാനി. മഖാമാത്ത് എന്നാൽ അറബി രചനയിലെ വളരെ പ്രസിദ്ധമായ ഒരു കലാരൂപമാണ്. അത് കണ്ടുപിടിച്ചത് ബദിഉസ്സമാൻ അൽ ഹമദാനിയാണ്. യുഅ്തബറു കിതാബുൽ മഖാമാത്ത് മിൻ അഷ്ഹരി മുഅല്ലഫാത്തി, അദ്ദേഹത്തിൻ്റെ രചനകളിൽ വളരെ പ്രസിദ്ധമായത് കിതാബുൽ മഖാമാത്ത് എന്നാണ് പറയപ്പെടുന്നത്. ഇഖ്തറഅ ബത്ലൈൻ മിൻ ഖയാലിഹി ലിമഖാമാത്തിഹി ഈസ ഇബ്നു ഹിശാം വ അബുൽ ഫത്ഹ് അൽ ഇസ്കന്ദരി. തൻ്റെ മഖാമകൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ സാങ്കല്പികമായ 2 ബത്തലുകളെ കണ്ടെത്തി. ഈസ ഇബ്നു ഹിശാം വ അബുൽ ഫത്ഹ് അൽ ഇസ്കന്ദരി, സാങ്കല്പികമായ 2 ഹീറോകളാണ് ഇവർ. ആശ ഫി അഹ്ദി ദുവൽ അൽ ബുവൈഹിയ വൽ ഗസ്നവിയ വസിയാരിയ വസഫരിയ, ഈ 4 ഡൈനാസ്റ്റികളുടെയും കാലത്ത് ഇദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. അൽ ബുവൈഹിയ വൽ ഗസ്നവിയ വസിയാരിയ വസഫരിയ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചില മഖാമകൾ പരിചയപ്പെടാം. അൽ മഖാമത്തുൽ ബഗ്ദാദിയ, അൽ മഖാമത്തുൻ നഹ്ദിയ, അൽ മഖാമത്തുൻ നൈസാബൂരിയ, അൽ മഖാമത്തുൽ മജാഇയ, അൽ മഖാമത്തുൽ ഖംരിയ, അൽ മഖാമത്തുൽ ജാഹിദിയ, അൽ മഖാമത്തുൽ ഖുറൈദിയ, അൽ മഖാമത്തുൽ ദീനാരിയ, അൽ മഖാമത്തുൽ ഹുൽവാനിയ, അൽ മഖാമത്തുൽ സൈമരിയ, അൽ മഖാമത്തുൽ അസദിയ, അൽ മഖാമത്തുൽ ഗൈലാനിയ, മഖാമാത്തുൽ കുദിയ. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ മഖാമകൾ. അടുത്തത് അൽ ഹരീരി. ഹരീരിയെക്കുറിച്ച് വിശദമായി വായിക്കാം. 1054 അദ്ദേഹം ജനിച്ചത്. 1112 മരണപ്പെട്ടു. അബു മുഹമ്മദ് ബിൻ അൽ ഖാസിം ബിൻ അലി ബിൻ മുഹമ്മദ് ബിൻ ഉസ്മാൻ അൽ ഹരീരി അൽ ബസരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം. അദീബു മിൻ ഉദബ ഇൽ ബസറ, ബസറയിലെ സാഹിത്യകാരന്മാരിൽപ്പെട്ട ഒരാളാണ്. സ്വാഹിബു മഖാമാത്തുൽ ഹരീരി, വളരെ പ്രസിദ്ധമായ മഖാമാത്തുൽ ഹരീരി എന്ന മഖാമയുടെ ഗ്രന്ഥം രചിച്ച ആളാണ് അൽ ഹരീരി. ഉയ്യിന ഫി ദീവാനിൽ ഖലീഫ ഫി മൻസിബി സാഹിബിൽ ഖബർ യുഷ്ബിഹു ഹയാത്തുൽ ഇസ്തിഅലാമാത്ത് അൽ യൗം. അദ്ദേഹം ഖലീഫയുടെ കൊട്ടാരത്തിൽ സാഹിബുൽ ഖബർ എന്ന സ്ഥാനത്തിൽ നിയമിതനായി. അന്ന് സാഹിബുൽ ഖബർ എന്ന സ്ഥാനം ഇന്ന് നമ്മുടെ ഇൻഫോർമേഷൻ അതോറിറ്റിയുടെ സ്ഥാനമാണ്. കാന ഹാദ്ദ ദക വ ആയതൻ ഫിൽ ഹിഫ്ദ്, അദ്ദേഹം വളരെയധികം ബുദ്ധിശക്തിയുള്ളയാളും ഓർമ്മശക്തിയുള്ളയാളുമായിരുന്നു. കാന ലഹു മൻസിലുൻ ബിൽ ബസറ യഖ്സിദുഹുൽ ഉലമാ വൽ ഉദബ, അദ്ദേഹത്തിന് ബസറയിൽ ഒരു വീടുണ്ടായിരുന്നു. അദ്ദേഹത്തെ ലക്ഷ്യമാക്കി പല പണ്ഡിതന്മാരും സാഹിത്യകാരന്മാരും അങ്ങോട്ട് വരാറുണ്ടായിരുന്നു. ബത്വലുൽ മഖാമാത്ത് അബു സെയ്ദ് അസ്സറൂജി ഷഖ്സുൻ ഹഖീഖിയുൻ ഷാഹദഹു അൽ ഹരീരി. ഹരീരിയുടെ മഖാമാത്തിലെ ബത്വൽ
അബുസൈദ് അസറുജി എന്ന വ്യക്തിയാണ്. അതൊരു സാങ്കല്പിക വ്യക്തിയല്ല. അദ്ദേഹത്തെ ഹരീരി കാണുകയും നേരിട്ട് പരിചയപ്പെടുകയും ചെയ്ത വ്യക്തിയാണ്. ഹരീരിയുടെ പ്രധാനപ്പെട്ട ചില രചനകൾ പരിചയപ്പെടാം. മഖാമാത്തുൽ ഹരീരി, ദുറത്തുൽ ഖുവാസ് ഫി ഔഹാമിൽ ഖവാസ്, മുൽഹത്തുൽ ഇഅറാബ്, ഉർജൂസ ഫി നഹ്വ്, നഹ്വിൽ അറബി വ്യാകരണ ശാസ്ത്രത്തിലെ ഒരു ഉർജൂസയാണ് മുൽഹത്തുൽ ഇഅറാബ്, ദീവാനു ശിഅർ വ റസായിൽ. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകൾ. ശുക്രൻ അല ദഅം ഇല ലിഖാ ഫിൽ ഹൽഖ താലിയ മഅ സലാമ.